നമ്മൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലൂടെയും സഞ്ചരിച്ചു കഴിഞ്ഞു. അങ്ങനെ കറങ്ങി കറങ്ങി നമ്മൾ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് എവിടെയാണെന്നല്ലേ? ഇത് ഇന്ത്യയുടെ മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്കും നോർത്ത് ഈസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് ഗുജറാത്ത്, സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്. ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് അഹമ്മദാബാദ്. അഹമ്മദാബാദിലെ ഏറ്റവും ഒരു ലാൻഡ്മാർക്ക് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ സബർമതി നദി. അത് സബർമതി റിവർ എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സിറ്റി ഓഫ് അഹമ്മദാബാദ് അല്ലെങ്കിൽ അഹമ്മദാബാദ് എന്ന് പറയുന്ന ഈ നഗരം ഈ റിവറിന്റെ ഈ സബർമതി നദിയുടെ രണ്ട് കരകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ നടുക്ക് ആ നഗരത്തിന്റെ നടുക്ക് കൂടിയാണ് സെന്റർ പോയിന്റ് എന്ന് തന്നെ പറയാം ഈ സബർമതി ഇങ്ങനെ ഒഴുകുന്നത്. വലിയ അലകളും ഒച്ചയും ബഹളവും ഒന്നുമില്ല, വളരെ ശാന്തസുന്ദരമായി ഒഴുകുന്ന ഒരു നദി. സബർമതി നദിയുടെ ഈസ്റ്റേൺ സൈഡ്, അതായത് കിഴക്ക് ഭാഗത്ത് കാണുന്നതാണ് ഓൾഡ് സിറ്റി, ഏറ്റവും പുരാതനമായ നഗരം. പഴയ ബിൽഡിങ്സും പിന്നെ ഹവേലീസും ഒരുപാട് കാര്യങ്ങൾ അപ്പുറം. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നാൽ വെസ്റ്റേൺ സൈഡ്, അതായത് പടിഞ്ഞാറേ ഭാഗം, അതാണ് പുതിയ അഹമ്മദാബാദ് എന്ന് പറയാം. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ആധുനികമായ എല്ലാവിധ സംവിധാനങ്ങളും, കടകളുടെ കാര്യത്തിലാണെങ്കിലും മൾട്ടിപ്ലെക്സ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ധാരാളമായിട്ടുള്ള IT സ്ഥാപനങ്ങൾ, ഇങ്ങനെ ഒരുപാട് കെമിക്കൽ കമ്പനീസ്, ഫാക്ടറീസ് എല്ലാം തന്നെ ഈ ഭാഗത്താണ്. അപ്പോൾ ശരിക്കും മോഡേൺ ആയിട്ടുള്ള ഒരു നഗരവും ആ ട്രഡീഷൻ അല്ലെങ്കിൽ ആ പഴയ ഒരു നഗരത്തിന്റെ സംസ്കാരവും മറ്റു കാര്യങ്ങളും ഒക്കെ കാണാവുന്ന പടിഞ്ഞാറേ ഭാഗം. ഇങ്ങനെ രണ്ട് സൈഡ്, അപ്പോൾ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. അപ്പൊ അത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇങ്ങനെയാണ് കാണുന്നത്. അപ്പൊ ഇതിങ്ങനെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് ഭാഗത്തേക്കും പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതാണ്ട് 9 ബ്രിഡ്ജസ് ഉണ്ടെന്നാണ് പറയുന്നത്. സബർമതി നദിക്ക് കുറുകെ 9 പാലങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പാലങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം. ആ കാണുന്നതാണ് നെഹ്റു ബ്രിഡ്ജ്, പിന്നെ ഇപ്പുറത്ത് കാണുന്നതാണ് ഗാന്ധി ബ്രിഡ്ജ്. ഇങ്ങനെ ഓരോ ഭാഗം, ഇത് ഗാന്ധി ബ്രിഡ്ജ്, ഇത് നെഹ്റു ബ്രിഡ്ജ്. അങ്ങനെ ശരിക്കും നമുക്കൊരു സ്ഥലത്ത് വന്നു നിന്ന് ഇങ്ങനെ ഒരു നഗരത്തിനെ കുറിച്ച് ഇത്രയും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും കാണാനും സാധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വ്യത്യസ്തമായ കാഴ്ചയല്ലേ? ഒരു നദിയുടെ 2 കരകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന നഗരം. അപ്പോൾ ചരിത്രത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ ഒരുപാട് കഥകൾ പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ റിവർ സബർമതിക്ക് ഇപ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാര്യം അതിങ്ങനെ പൊല്യൂഷന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ നശിച്ചു പോകാനായിട്ടല്ല ഇവിടുത്തെ സർക്കാർ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. പക്ഷെ അതിനെ നല്ല രീതിയിൽ അത് മോഡേണൈസ് ചെയ്തിട്ട് ആ ഒരു റിവറിനെ ഈ സിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാക്കി മാറ്റാനായിട്ട് ഒരു റിവർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ ഇവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു നല്ലൊരു പാത്വേ ഈ നദിയുടെ സൈഡിലൂടെ ആൾക്കാർക്ക് നടന്നു പോകാൻ, രാവിലെ ജോഗേഴ്സിന് നടക്കാനും ഇരിക്കാനും വൈകുന്നേരങ്ങളിൽ വന്ന് ഇരിക്കാനുള്ള സംവിധാനങ്ങൾ, നല്ല വഴിവിളക്കുകൾ, ഇതൊക്കെ ആയിട്ടൊരു ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് റിവർ സബർമതി അതാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ശരിക്കും രാവിലെയാണ് ഈ സമയം ഞാൻ ഈ ഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സബർമതി നദിക്കര എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് വളരെ തിരക്ക് പിടിച്ചൊരു സ്ഥലമായി മാറിക്കഴിഞ്ഞു. കാര്യം ഇത് രാവിലത്തെ മോർണിംഗ് വാക്കിന് വന്നിരിക്കുന്ന ആൾക്കാരുടെ തിക്കും തിരക്കുമാണ്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഈവനിങ് വാക്ക്, കാറ്റ് കൊള്ളാൻ, കാറ്റ് ആസ്വദിക്കാൻ, ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇങ്ങനെ വരുന്ന ആൾക്കാർ. ഇപ്പോൾ എല്ലാം ജോഗേഴ്സ്, നടത്തക്കാര്, ബഹളം. എന്തായാലും കുറച്ച് ആൾക്കാരും ബഹളവും ഒക്കെ ആയിട്ട് സംഭവം വളരെ രസകരമാണ്. ഇനി ഇതേ കണ്ടില്ലേ, അതിന്റെ ഒരു ഭംഗി നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോളൂ. നിറച്ച ആൾക്കാർ. ഇപ്പൊ നമ്മൾ നദിക്കരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ശരിക്കും ഇതൊരു ബോട്ട് ജെട്ടി മാതിരി, സ്പീഡ് ബോട്ട് റൈഡ്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അത് കുറച്ച് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അതെല്ലാം സജീവമാകും. പിന്നെ ഈ നദിയിലൂടെ വേണമെങ്കിൽ ബോട്ടിങ്ങിന് പോകാം. കണ്ടില്ലേ, പെഡലിംഗ് ടൈപ്പ് ഉണ്ട്, റോ ടൈപ്പ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഫുൾ റിവർ ഫ്രണ്ട് ബോട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രസകരമായിട്ട് ഇതെല്ലാം എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇനി ഇവിടുന്ന് ഒരു നടത്തുക. അങ്ങനെ റിവർ ഫ്രണ്ടിലൂടെയുള്ള നടത്തം ഞാനും തുടങ്ങിയിരിക്കുകയാണ്. കണ്ടില്ലേ, രാവിലെ എല്ലാവരും തന്നെ ജോഗിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് രാവിലത്തെ മോർണിംഗ് വാക്കാണ് നടക്കുന്നത്. എന്റെയും മോർണിംഗ് വാക്ക് തന്നെ ആയിക്കോട്ടെ. പക്ഷെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം നോക്കൂ. ഈ തൊട്ടടുത്തിരിക്കുന്ന നദിയും ഇവിടെ ഇങ്ങനെ മനോഹരമായ ഒരു നടപ്പാതയും
കണ്ടില്ലേ, ഈവനിങ് ആയി കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഇവിടുത്തെ എല്ലാം ഈ ലൈറ്റുകളെല്ലാം തെളിയും. പിന്നെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇരിക്കാനായിട്ടുള്ള സംവിധാനങ്ങളുമുണ്ട്. നോക്കൂ, വെറുതെ ഇങ്ങനെ ഇരിക്കാൻ വേണമെങ്കിൽ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതിങ്ങനെ ഇരിക്കാൻ പറ്റിയ രീതിയിലാണ് ഇവിടെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. തൊട്ട് പിറകിലായിട്ട് സബർമതി നദിയും ചാരി കിടന്ന് കാഴ്ചകൾ കാണാൻ സാധിക്കും. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു രീതി. അപ്പോൾ ഇതിന്റെ ചരിത്രത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ നഗരത്തിന്റെ ഇൻഹാബിറ്റൻസ് അല്ലെങ്കിൽ ഇവിടെ അഹമ്മദാബാദിൽ 11th century ഓൺവേർഡ്സ് ആൾതാമസം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ശരിക്കും ഈ ഒരു പ്രദേശം ഇപ്പം നമുക്ക് തോന്നും അഹമ്മദാബാദ് ശരിക്കും ബോംബെയിൽ നിന്നും ഗുജറാത്തിനെ വേർതിരിച്ചപ്പോൾ അഹമ്മദാബാദായിരുന്നു ക്യാപിറ്റലായിട്ട് ആദ്യം തീരുമാനിച്ചത്. പിന്നെ പിൽക്കാലത്താണ് ഇത് ഗാന്ധിനഗർ ഇതിന്റെ ക്യാപിറ്റലായി മാറുന്നത് ഗുജറാത്തിന്റെ. അപ്പോൾ ഈ അഹമ്മദാബാദ് എന്ന് പറയുന്ന ഈ നഗരം ഇതിന്റെ ഒരു ഉത്ഭവം എന്ന് പറഞ്ഞാൽ സുൽത്താൻ അഹമ്മദ് ഷായാണ് ഇതിന്റെ ശില്പി എന്നാണ് പറയുന്നത്. അദ്ദേഹം അതിനെക്കുറിച്ച് വളരെ രസകരമായൊരു കഥയാണ്. അദ്ദേഹം സബർമതി നദീതീരത്ത് വിശ്രമിക്കാനായി വന്നിരുന്നപ്പോൾ ഒരു പട്ടിയെ, ഒരു ഹെയർ, അതായത് ഒരു മുയൽ ഓടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ മുയലൊരു പട്ടിയെ ഓടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അസംഭവ്യം അല്ലേ? ശരിക്കും പറഞ്ഞാൽ പട്ടി മുയലിനെ ഓടിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ അപൂർവമായ കാഴ്ച കാണുകയും ആ മുയലിന്റെ ഒരു ധൈര്യം, ആ ഹെയറിന്റെ ഒരു ധൈര്യത്തിനെ കുറിച്ച് അദ്ദേഹം പെട്ടെന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ആ ഒരു ആക്ട് ഓഫ് ബ്രേവറി അത് മനസ്സിലാക്കിയിട്ട് ഈ നഗരം കൊള്ളാമല്ലോ, അപ്പോൾ നല്ല എന്താ പറയുക ധൈര്യശാലികളുടെ നഗരമായിരിക്കും, അതുകൊണ്ട് ഇതിനെ ഒന്ന് അദ്ദേഹത്തിന്റെ സുൽത്താനേറ്റിന്റെ ക്യാപിറ്റൽ ആക്കണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഈ സ്ഥലത്തിന് പേരും വരുന്നു സിറ്റി ഓഫ് അഹമ്മദ്, അങ്ങനെ അഹമ്മദാബാദ്. അങ്ങനെയാണ് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. ആണ് ഒരു കഥ. എന്തായാലും അങ്ങനെ സുൽത്താൻ അഹമ്മദ് ഷാ തീരുമാനമെടുക്കുന്നതിന്റെ തൊട്ടു പിറ്റേ ദിവസം തന്നെ ഈ സിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടു എന്നാണ് പറഞ്ഞത്. 1411 AD. അപ്പോൾ ഇതാണ് കഥ. അപ്പോൾ എന്തായാലും ഇതൊരു വലിയൊരു നഗരമായി മാറുന്നു. ഇതൊരു ക്യാപിറ്റൽ, സുൽത്താനേറ്റിന്റെ ക്യാപിറ്റലായി മാറുന്നു. പിൽക്കാലത്ത് ഇത് ക്യാപിറ്റലായിരുന്നു. അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ ശരിക്കും ഗുജറാത്തിന്റെ ക്യാപിറ്റൽ ഗാന്ധിനഗർ. എന്തായാലും കാഴ്ചകൾ കാണുന്നുണ്ട്. നമ്മൾക്ക് ഇതിന്റെ ഏതാണ്ട് ഒരു ചെറിയൊരു ചരിത്രമെങ്കിലും മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ ഇതാണ് ശരിക്കുമുള്ള കാഴ്ച. ഇത് വളരെ താഴ്ചയുള്ള ഒരു നദിയാണ്. നമുക്ക് കാണുമ്പോൾ വളരെ പ്രശാന്ത സുന്ദരമായി. എന്താ ഇതിങ്ങനെ ഒരു ഓളമൊന്നും ഇല്ലാണ്ട് പോണില്ലേ? അപ്പൊ ഇനി ഇത്രയൊക്കെ താഴ്ചയുള്ളൂ? അങ്ങനെയൊന്നും അല്ല. ഇത് നഗരമധ്യത്തിലൂടെ ഒഴുകുന്ന വളരെ ഡീപ്പായിട്ടുള്ള റിവർ തന്നെയാണ്. അതൊന്നല്ല ബോട്ടിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഇത് ബ്രിഡ്ജസ് എന്ന് പറഞ്ഞാൽ 9 ബ്രിഡ്ജസ് ഉണ്ട്. അതിൽ 2 നമുക്ക് ഇപ്പോൾ തന്നെ കാണാം, നെഹ്റു ബ്രിഡ്ജും ഗാന്ധി ബ്രിഡ്ജും. അങ്ങനത്തെ കാഴ്ചകൾ. ആൾക്കാരെല്ലാം സജീവമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ സമയം, ഇനി കുറച്ച് കഴിഞ്ഞാൽ വെയിലാകും, അപ്പോൾ ആൾക്കാരുടെ തിരക്ക് കുറയും. പിന്നെ വൈകുന്നേരം വന്നാൽ ഇവിടെ ഫുൾ ആൾക്കാരായിരിക്കും. എന്ത് രസമല്ലേ ഇങ്ങനെ ഒരു വാട്ടർ ഫ്രണ്ട്, ഒരു റിവർ ഫ്രണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ വന്നിരിക്കാൻ. ഓൾഡ് സിറ്റിയും ന്യൂ സിറ്റിയും കൂടെ ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജസ് ഇപ്പോൾ ധാരാളമായിട്ടുണ്ട്. 9 ബ്രിഡ്ജസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഒരു കാലത്ത് ഇങ്ങനൊരു സംവിധാനമേ ഇല്ലാതിരുന്നു. അതായത് ഇപ്പോൾ ഓൾഡ് സിറ്റി മാത്രമേ അന്ന് വളരെ കാര്യമായിട്ടുണ്ടായിരുന്നുള്ളൂ. കാര്യം പഴയ അഹമ്മദാബാദ് എന്ന് പറയുന്ന ആ ഒരു നഗരം. പക്ഷേ പിന്നീട്, അതായത് ഈസ്റ്റ് സൈഡിൽ, വെസ്റ്റ് സൈഡിലെ ഈ ഒരു പുതിയ നഗരമൊക്കെ വലിയ രീതിയിൽ വരുന്ന ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് ശരിക്കും ഈ 2 ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ ബ്രിഡ്ജ് വരുമാണ്. അങ്ങനെ ഈ 2 ഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ ബ്രിഡ്ജ് എന്ന് പറയുന്നതാണ് എല്ലിസ് ബ്രിഡ്ജ്. ഈ എല്ലിസ് ബ്രിഡ്ജിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇത് 1875 ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ ബ്രിഡ്ജ് പണിയുന്നത്. ഇത് ശരിക്കും ഇപ്പൊ നല്ല വീതിയുള്ള 2 സൈഡിലും വാഹന ഗതാഗതമുള്ള വലിയ ബ്രിഡ്ജാണ് എല്ലിസ് ബ്രിഡ്ജ്. പക്ഷേ ശരിക്കും അതിന്റെ റിയൽ എന്ന് പറയുന്നത് ആ നടുക്ക് കാണുന്ന ഒരു ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, ആ കാണുന്ന ഭാഗമായിരുന്നു ആദ്യത്തെ ബ്രിഡ്ജ്. ജസ്റ്റ് ആ നടുക്ക് കാണുന്ന ഭാഗം. ഇപ്പൊ അത് നടപ്പാത പോലെയാണ്, ആൾക്കാർക്ക് നടന്ന് ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഭാഗം. ഈ സൈഡിലും ആ സൈഡിലും പിന്നീട് പിൽക്കാലത്ത് ഗവൺമെന്റ് ഉണ്ടാക്കിയ വലിയ പാലമാണ്. അപ്പൊ എല്ലിസ് ബ്രിഡ്ജ് 1875 ആദ്യമായിട്ട് ഇങ്ങനെ ഇവിടെ പണിയുന്നത്. അപ്പൊ അതൊരു ഭയങ്കരമായൊരു മൂവ്മെന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായൊരു മാറ്റം ഈ നഗരത്തിന് കൊണ്ടുവന്നൊരു കാര്യമാണ്. പിന്നീട് അതിനുശേഷം ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡ്, ആ ഒരു സമയത്താണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പിന്നെ ആ എന്താ പറയാ വെസ്റ്റേൺ സൈഡ്, പടിഞ്ഞാറേ ഭാഗം അഹമ്മദാബാദിന്റെ അതങ്ങോട്ട് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്ത് ന്യൂ സിറ്റിയായി മാറി. പിന്നെ വലിയ വലിയ ബ്രിട്ടീഷ് കൊളോണിയൽ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നു. അപ്പോൾ അതുവരെ ഓൾഡ് സിറ്റി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു പരസ്പരം ബന്ധിപ്പിക്കുന്ന പാലം വന്നു കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സുഗമമായി മാറിയത്. ശരിക്കും ഒന്ന് നടന്നു നോക്കാം അല്ലേ അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട്.